എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കറി എന്ന് പറയാൻ പറ്റില്ല. ഈ ഗ്രേവി ആയിട്ടുള്ള ഒരു നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ നാനിൻ്റെ കൂടെ, അതേപോലെ എന്താ പറയുക ദോശ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് സോറി പറയുന്നുണ്ട്, കുറേ കാലമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി മടിയുള്ളതാണ്. അതുകൊണ്ടാണ് ചേട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത്. കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിപ്പോൾ ഇവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ്, ഇതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചതാണ്. ഒരു 6 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. 10 മുട്ട വരെയൊക്കെ പോവാട്ടോ എടുക്കാം ഈ കറിക്ക്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കാം, മുട്ട മഞ്ഞ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നമ്മൾ തൊലി കളഞ്ഞൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാകുമ്പോൾ എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എണ്ണ തട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറ്റി അറിയുന്ന കാര്യം ഇല്ലായിരുന്നു. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ അതിൻ്റെ പുറത്തുള്ള ഇതുണ്ടല്ലോ ഔട്ടർ കവറിങ്, എന്താ പറയുക ഔട്ടർ കവറിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷെല്ലല്ല, അത് നമ്മളൊന്ന് ബ്രൗൺ കളറായി കിട്ടുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യും. അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഈ മുട്ട കണ്ടോ ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ. ഇപ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേറെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ വേണം കേട്ടോ. അതിലേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. ജീരകം ഇങ്ങനെ പൊട്ടി വരുന്ന ശബ്ദമൊക്കെ വരുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പച്ചമുളക് 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതാണ്. അത് ഇങ്ങനെ നന്നായിട്ട് ആവുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നല്ല ഒരു ഫ്ലേവറൊക്കെ വന്നു തുടങ്ങി. വെള്ളമൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, ഞാൻ കാശ്മീരി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്നാവട്ടെ. ഈ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്നായതിന് ശേഷം 2 വലിയ സവാള മിക്സിയിലൊന്ന് അരച്ചതാണ്. ഇത് ഞാൻ സവാള അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ അങ്ങനെ അരച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇതിപ്പോൾ ഇനി നന്നായിട്ട് ഈ സവാളയൊക്കെ വഴറ്റിയിട്ട് എണ്ണ തെളിയണം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു സാധനം കൂടി അരയ്ക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 നമ്മൾക്കുള്ളതിനനുസരിച്ച് കാഷ്യൂനട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിരിക്കുകയാണ് പെട്ടെന്നാവാൻ വേണ്ടി. ഉള്ളി അരച്ച അതേ ജാറിലാണ്. അതേപോലെ ഇനി വേണ്ടത് കസ്കസാണ്. കസ്കസ് ഞാൻ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ടിട്ട് ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്കസ് ഉണ്ട്. ഓക്കെ, ഇത് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചേക്കണം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ അത് അരയാൻ മാത്രമുള്ള വെള്ളം മതി. കുറച്ച് കസ്കസിന് ആ കുതിർത്തിയ വെള്ളം കൂടി ഉള്ളതുകൊണ്ട് ഇത്ര മതി. ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചേക്കണം. ഇതിലേക്ക് 1/2 കപ്പ് തൈര്. അപ്പോൾ പലരും തൈര് പിന്നെ എന്താ പറയുക മുട്ടയും വിരുദ്ധാഹാരം ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊരു ട്രഡീഷണൽ ഡിഷ് തന്നെയാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തക്കാളി ചെറുതാക്കി മുറിച്ചിട്ട് അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർക്കണം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇനി നമ്മളിത് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കും കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം.
നന്നായിട്ട് ഇളക്കി ഇങ്ങനെ നന്നായിട്ട് കുറുകി വരണം. ഉണ്ടോ? ഇപ്പം തന്നെ ഇങ്ങനെ എണ്ണ തെളിക്കുന്നുണ്ട്. നമ്മളൊന്ന് അടച്ചു വയ്ക്കാം. കാരണം അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് ചെറിയ തീയിൽ ഒരു കുറച്ച് സമയം ഒന്ന് നല്ല വെള്ളമൊക്കെ ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഖസ്ഖസ്, അതുപോലെ കാഷ്യൂ. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കും. ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കാവണം. ഈ കാഷ്യൂ കസ്കസൊക്കെ ഒന്ന് കുക്കാവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. അടച്ചു വെച്ച് ഇതൊക്കെ വേഗം കുക്കാവുന്ന സാധനങ്ങളാണ്, എല്ലാം അരച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് കുക്കാവും. എന്നാലും കുറച്ച് ഒന്ന് അടച്ച് വെച്ച് ഇതിപ്പോൾ കണ്ട കുറേയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് വെള്ളം വറ്റി വരുമ്പോഴാണല്ലോ എണ്ണ തെളിഞ്ഞ് വരിക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമാണ്, അമൂൽ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ഒരു 75 ml ആണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. സാധാരണ നമുക്ക് ചെറിയ പാക്കറ്റ്, നീല പാക്കറ്റ് ഉണ്ടല്ലോ, അതിൽ 200 ml ആണ്. ഇതിപ്പോൾ ഞാൻ ചേർക്കുന്നത് ഏകദേശം അതിൻ്റെ പകുതി 75 ml ആണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. മിക്സായിട്ട് ഒന്നും കൂടെ ആവാനുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ജീര പൗഡർ ഉണ്ട്. ഇത് ചെറിയ ജീരകം ചെറുതാക്കി ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതൊരു 2-3 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനൊരു 2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചാണ് ചേർത്താണ്. ഇതിൽ ഇനി ഒരു ഗരം മസാല പൗഡർ ഇല്ല. യൂഷ്വലി നമുക്ക് എല്ലാത്തിലും ഗരം മസാല പൗഡർ ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ. ഇതിൽ പക്ഷേ ഗരം മസാല പൗഡർ വരുന്നില്ല. ജീര ആണ് ഇതിൻ്റെ ഫ്ലേവറായിട്ട് വരുന്നത്. ഇനി നേരത്തെ പോലെ ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്ക് ഇത് നമുക്ക് പിന്നെ എഗ്ഗ് ചേർക്കാം. ഇതെല്ലാം വേഗം ആവും. കാരണം എല്ലാം അരച്ച് കഴിഞ്ഞ സാധനം ആയതുകൊണ്ടേ എല്ലാം വേഗമാവും. പിന്നെ ഇപ്പോൾ ആ ക്രീമൊക്കെ ചേർത്ത് ആ ക്രീമിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്ക് ഇതിൽ എണ്ണ തെളിയും. എന്നിട്ട് നമുക്ക് മുട്ടയാം. അപ്പോൾ ഇതിങ്ങനെ ഒരുവിധം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കാൻ പോവുകയാണ്. കുറച്ച് മല്ലിയില ചേർക്കാം. ഇനിയിപ്പോൾ ഈ മല്ലിയിലയൊക്കെ ഒന്ന് അതിലേക്ക് ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഗ്രേവിയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് എടുക്കാം. കഴിഞ്ഞു കേട്ടോ, കുക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇതാവട്ടെ. അതിന് ശേഷം നമുക്കിത് എടുക്കാം. ഉണ്ടാക്കിയിട്ടുള്ള മുട്ട മലായി എഗ്ഗ് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ എഗ്ഗ് വളരെ അപൂർവമായിട്ടാണ് കഴിക്കാറുള്ളത്. ചിക്കൻ അല്ലേ, ചിക്കൻ, ബീഫ്, മട്ടൺ അങ്ങനെയൊക്കെയാണ്. ഇത് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആക്കിയിട്ട് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കാം കേട്ടോ. എനിക്കങ്ങനെ അധികം ഗ്രേവി വേണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ എഗ്ഗ് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തല്ലോ, അതെല്ലാമായിട്ടേ നല്ല രസമുണ്ട്. ട്രൈ ചെയ്യണേ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.